1500 2000 റേഞ്ചിൽ ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിപ്പബ്ലിക് ഡേ സെയിലിൽ നിന്ന് നമുക്ക് വാങ്ങിച്ച ബൈങ് ആകുന്ന 10 നെക്ക് ബാൻഡുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 10 എണ്ണവും എൻ്റെ സജഷൻസ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. ഇനി അതല്ല മറ്റുള്ള റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രം അതങ്ങോട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഇത് ഭയങ്കരമായിട്ട് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു നെക്ക് ബാൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ഈ 10 എണ്ണത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ അത് എൻ്റെ സജഷൻ, അത് കൊള്ളാവോ അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്, ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ദീപ് സ്റ്റോർ സസ്പെൻഡ് ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇൻസ്റ്റാ അക്കൗണ്ട് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ഇടണേ. കാരണം നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ചാനൽ അൺബോക്സ്ഡ് പീസസ് ഇടും, അതേപോലെ തന്നെ ഫസ്റ്റ് കോപ്പി പ്രോഡക്റ്റുകൾ ഇടാറുണ്ട്. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാമെങ്കിൽ അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ എനിക്കും അത് മനസ്സിലാവും. കാരണം മൂന്നാമതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഇനി അങ്ങോട്ട് തീരുമാനിക്കാം. എന്തായാലും ഇനിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് ഷോർട്സ് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവരെ. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ദീപ് ഷോർട്സ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തോളൂ. അപ്പോൾ ആദ്യം നമുക്ക് 1000 രൂപ റേഞ്ചിൽ തന്നെ തുടങ്ങാം. ബോൾട്ട് ഓഡിയോ പ്രോ ബേസ് EQ ചാർജ് 719 രൂപയ്ക്ക് നമുക്കിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. 1,32,202 പേര് റേറ്റും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും 32 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്, അൾട്രാ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി എന്ന സംഭവമുണ്ട്. അതായത് 5 മിനിറ്റ് ചാർജ് ചെയ്താൽ മാത്രം മതി 7 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. IPX5 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.2ഉം ബൂമെക്സ് ടെക്നോളജി ഉണ്ട്. ബൂമെക്സ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നെക്ക് ബാൻഡുകളിൽ മാത്രമാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയുള്ളൊരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടും കേട്ടോ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 719 രൂപയ്ക്ക് ബോൾട്ടിന്റെ EQ ചാർജ് വർത്ത് ബൈങ് ആണ്. കൂടാതെ രണ്ടാമത് ഞാൻ പറയണത് നമ്മുടെ ബോൾട്ടിന്റെ തന്നെയാണ് പ്രോബേസ് F ചാർജ്. ഇവിടെ എടുത്ത് പറയണത് 40 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. 809 രൂപ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് കേട്ടോ. 4 സ്റ്റാർ ആണ് ഇവിടെയും റേറ്റിംഗ്. അതുപോലെ തന്നെ 1,80,118 പേര് റേറ്റും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 15 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നത്. എക്സ്ട്രാ ബേസ് ഇവിടെ അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഓവറോൾ 809 രൂപയ്ക്ക് ഇതും വർത്താണ്. ചെറിയൊരു പ്രശ്നം ഈ ബോൾട്ടിലൊക്കെ കണ്ടുവരുന്നത് ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂ ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും F ചാർജ് ആണെങ്കിലും അതുപോലെ തന്നെ EQ ചാർജ് ആണെങ്കിലും വർത്ത് ബൈങ് ആണ് കേട്ടോ 1000 രൂപയ്ക്കുള്ളിൽ. ഇനി അടുത്തത് നമ്മുടെ റോക്കേഴ്സ് 235 പ്രോ. ഈ റോക്കേഴ്സ് 235 പ്രോയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇടത് വശത്തെ ആ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. 4.1 സ്റ്റാർ റേറ്റിംഗ് ആണ്. 3,226 പേരാണ് റേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ് ടു 20 hours മാത്രമാണ് ടോട്ടൽ പ്ലേ ടൈം. ASAP ചാർജിങ് ടെക്നോളജി നമുക്ക് ഇവിടെയും കാണാൻ പറ്റും കേട്ടോ. ASAP ചാർജിങ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ എത്ര പറയാം 10 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. ഡ്യുവൽ പെയറിംഗ് ഒക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ 3 എണ്ണമാണ് ഞാൻ എന്തായാലും 1000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി 1500 രൂപയ്ക്കുള്ളിൽ ഏതൊക്കെ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകും? ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1500 രൂപയ്ക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബോട്ട് റോക്കേഴ്സ് 255 മാക്സ്. ഞാൻ ഇതിന് മുന്നേ ഈ 255 മാക്സ് റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് റിയൽമി ബഡ്സ് വയർലെസ് 2 ന്യൂ ആയിരുന്നു. അത് ഞാൻ പറയും അടുത്ത് തന്നെ. പക്ഷേ അതിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് ആയിട്ട് ഈ ഒരു 255 മാക്സ് തോന്നിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് അങ്ങോട്ട് എടുത്ത് പറയുന്നത് കേട്ടോ. എന്തായാലും 1299 രൂപയ്ക്ക് നമുക്കിപ്പോൾ വാങ്ങിക്കാം. ബിഗ് ബില്യൺ ഡേയ്സിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1099 രൂപ മാത്രമായിരുന്നേ. 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. 880 പേരാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ് ടു 60 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ EQ മോഡ്സ് ഉണ്ട്. കൂടാതെ പവർ മാഗ്നറ്റിക് ഇയർബഡ് ആണ്. അതായത് നമ്മുടെ ഇയർബഡുകൾ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും നെക്ക് ബാൻഡ്. എന്നാൽ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഏത് ഡിവൈസിലാണോ പേരുന്നത് അതിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഓവറോൾ 1299 രൂപയ്ക്ക് റോക്കേഴ്സ് 255 മാക്സ് വർത്ത് ബൈങ് ആണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ടിന്റെ തന്നെ 333 ANC ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് വേണം. കൂടാതെ ഇതിനകത്തുള്ള ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. അത് ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ ഒരു ഉത്സവ പറമ്പിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്കുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കിട്ടുന്നത്. 13mm ഡ്രൈവേഴ്സും ഒക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓവറോൾ 1499 രൂപയ്ക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ള പ്രോഡക്റ്റ്, ബേസ് ബൂസ്റ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് 333 ANC വാങ്ങിക്കാം. എന്നാൽ ഇതിലുള്ള ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്നത്
കുറച്ച് ഈ ഇയർബഡ് ഉണ്ടല്ലോ ഒത്തിരി സൈസ് കൂടുതലാണ്. സോ ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ഇയർ പെയിൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലർക്ക് ഇതുപോലെ ചെവിയിൽ നിന്ന് ഊരി പിറകിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വാങ്ങിക്കാനായിട്ട്. കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിനെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ പോളിസി മാക്സിമം അവർ തള്ളും. അതായത് നമ്മളെ കൊണ്ട് റിട്ടേൺ അത് ക്യാൻസൽ എടുപ്പിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയണത്, നിങ്ങൾ ഈ ഒരു വെയറിംഗ് കംഫർട്ടിന്റെ കാര്യം മനസ്സിൽ വെച്ചിട്ട് മാത്രം ഒന്ന് വാങ്ങിക്കുക കേട്ടോ. 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. 45,348 പേരാണ് ഇത് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ 1198 രൂപയ്ക്ക് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റും. 4.2 സ്റ്റാർ റേറ്റിംഗ് ആണ്. 3,66,278 പേര് റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ വൺ പ്ലസിന്റെ ബുള്ളറ്റ് വയർലെസ് C2 9,12,732 പേരാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. 4.3 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ 1500 സെഗ്മെന്റിൽ ഏറ്റവും കൂടിയ റേറ്റിംഗ് ഇപ്പോൾ ഇതിൽ തന്നെയാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വൺ പ്ലസിന്റെ ബുള്ളറ്റ് വയർലെസ് C2 തന്നെയാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിന്റെ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഇവിടെയും ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലർ ഇതുപോലെ ഇഷ്യൂ പറയാറുണ്ട്. മ്യൂസിക് ക്വാളിറ്റി പക്ഷേ പക്കയാണ് കേട്ടോ, അതിൽ വേറൊരു സംശയമില്ല. 30 hours നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഒക്കെ കിട്ടും. പിന്നെ വെയറിംഗ് കംഫർട്ട് നല്ല പക്ക പെർഫെക്റ്റ് ആണ്. മൈക്ക് ക്വാളിറ്റി പലരും ചെറിയൊരു ഇഷ്യൂ പറയാറുണ്ട്. പക്ഷെ ഞാൻ പിന്നെ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ. പക്ഷേ നോർമലി ഇൻഡോറിലൊക്കെ ഇരുന്ന് മൈക്ക് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ഔട്ട്ഡോറിലെ കാര്യമാണ് എനിക്കറിയാൻ വയ്യാത്ത കേട്ടോ. എന്തായാലും 1499 രൂപയ്ക്ക് വൺ പ്ലസിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ C2 വാങ്ങിക്കുന്നതിൽ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു റേറ്റിംഗ് 4.3 റേറ്റിംഗും 9,12,732 ഒരു റേറ്റും ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 4 പ്രോഡക്റ്റുകളാണ് 1500 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് 2000 രൂപയ്ക്കുള്ളിൽ സജസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ റിയൽമിയുടെ ബഡ്സ് വയർലെസ് 3. ഇതിൽ എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അപ് ടു 30 dB ആണ്. കൂടാതെ 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഒക്കെ കിട്ടും. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. വെയറിംഗ് കംഫർട്ടിന്റെ കാര്യത്തിൽ ഒരിക്കലും ഇത് കുറ്റം പറയാൻ പറ്റില്ല. 1599 രൂപയ്ക്ക് ഉറപ്പായിട്ടും വർത്ത് ബൈയിങ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി വീണ്ടും എനിക്ക് പറയാനുള്ളത് റിയൽമി ആണ്, ഒന്ന് സൂക്ഷിച്ചോളുക. എന്നാൽ അടുത്ത പറയുകയാണെങ്കിൽ ഓപ്പോ എൻകോ M32 4.3 റേറ്റിംഗ് ആണ്. 82,409 പേരാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. 1,695 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാം. 1,799 രൂപയാണ് നോർമൽ റേറ്റ് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒരു 1,499 രൂപയ്ക്ക് വരേണ്ട സമയം കഴിഞ്ഞു. കാരണം കുറച്ച് നാളായ പ്രോഡക്റ്റ് ആണ് ആക്ച്വലി ഒരു M32 എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും 1,500-2,000 രൂപയ്ക്കുള്ളിലുള്ള റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഓപ്പോ എൻകോ M32 കൺസിഡർ ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ വൺ പ്ലസിന്റെ ബുള്ളറ്റ് വയർലെസ് Z2 ANC അപ് ടു 45 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇവിടെ നമുക്ക് കിട്ടുക. 2,299 നോർമൽ റേറ്റ്. എന്നാൽ നമുക്കിപ്പോൾ 1,999 രൂപയ്ക്ക് ലഭ്യമാകുന്നു. 2,000 രൂപയ്ക്കുള്ളിൽ വൺ പ്ലസിന്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. എന്തായാലും 4.2 റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഞാൻ ഈ റിപ്പബ്ലിക് ഡേ സെയിലിൽ വാങ്ങിച്ച വർത്ത് ബൈയിങ് ആകും എന്ന് പറയുന്ന 10 നെക്ക് ബാൻഡുകൾ. അത് 1000, 1,500, 2,000 പ്രൈസ് റേഞ്ചിൽ. സോ ഈ ഏത് റേഞ്ച് ആണോ അതിൽ നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺസിഡർ ചെയ്യുക. ഇനി അതല്ല, ഞാൻ ഈ പറഞ്ഞതിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മറ്റുള്ള റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ശേഷം മാത്രം വാങ്ങിക്കുക. അല്ലാണ്ട് എന്നെ മാത്രം നിങ്ങൾ വിശ്വസിച്ച് വാങ്ങിക്കണമെന്നില്ല. ഞാൻ എന്തായാലും ഇവിടെ സജസ്റ്റ് ചെയ്ത് എൻ്റെ ഒരു ഉപയോഗിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റിപ്പബ്ലിക് ഡേ സെയിലിൽ വാങ്ങിച്ച വർത്ത് ബൈയിങ് ആകുന്ന കുറച്ച് നെക്ക് ബാൻഡുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ലൈക്ക് ആയിട്ടും കൂടാതെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.